ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിന്യൂസ് ടിപ്സിലേക്ക് സ്വാഗതം. ഒരു നാടൻ രുചിക്കൂട്ടിൽ തയ്യാറാക്കുന്ന വളരെ രുചികരമായിട്ടുള്ള മുതിരക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് 1/2 കപ്പ് മുതിരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനി ഒരു ബൗളിലേക്ക് ഇട്ട് കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റണം കേട്ടോ. ഇതിനി നന്നായി ഒന്ന് കഴുകിയെടുത്ത് ഒരു അരിപ്പിൽ 10 മിനിറ്റ് നേരം വെള്ളം വാർക്കാനായിട്ട് വച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിനി ഒരു പാനിലേക്ക് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മുതിര വായിലിട്ട് കടിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പാനിൽ നിന്ന് മുതിര ഇങ്ങനെ പൊട്ടി വരുന്ന ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്പം ഒന്ന് തണുത്ത ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു 2 പൾസ് അടിച്ചെടുത്താൽ മതിയാകും കേട്ടോ. മുതിര ഇങ്ങനെ രണ്ടായിട്ടൊന്ന് പിളർന്നു വരണം. ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം, തീരെ അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഇതിനി ഒരു കുക്കറിലേക്ക് ഇട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കുക്കർ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ മുതിര വേകാനായിട്ട് വയ്ക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരകിയതും 1 ടീസ്പൂൺ ജീരകവും 3 അല്ലി വെളുത്തുള്ളിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 3/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. മുതിരയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഒരു സവാള കൊത്തി എരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വഴറ്റി അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് വഴറ്റി ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ചേർക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് ഇളക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ആ മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10-12 മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. ശേഷം അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യാനുസരണം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 1 ടീസ്പൂൺ കടുകും 4-5 ചെറുള്ളി നൈസായിട്ട് അരിഞ്ഞതും ചേർത്ത് മൂത്ത് വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഞാനിവിടെ ഒരല്പം മുരിങ്ങയില കൂടി കഴുകി എടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. മുരിങ്ങയില കൂടി ചേർക്കുന്നതുകൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കറിയിലേക്ക് ഒഴിക്കാം. മുരിങ്ങയില കൂടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും, കൂടാതെ തന്നെ കറിയുടെ ടേസ്റ്റും കൂടും കേട്ടോ. ഇതിനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്ത് ഇളക്കാം. ഇതിനി ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ താളിച്ചൊഴിച്ചതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കറിയിലോട്ടൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കിയെടുത്താൽ നല്ല അടിപൊളി രുചിയിലുള്ള മുതിരക്കറി റെഡിയായി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.